ഹായ് എവരിവൺ, വെൽക്കം ടു PK ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് സബ്മിറ്റ് ചെയ്യേണ്ടത്, എത്ര രൂപ ഫീസ് ആകും, ഏത് അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഇതാണ്. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് 25 രൂപ അടച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ സെൻറ്ററുകളിൽ നിന്നോ നമുക്ക് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ ചെന്ന് ഈ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തും യൂസ് ചെയ്യാം. ജനറൽ പർപ്പസ് ഫോമാണ് ഇതിനായിട്ട് വേണ്ടുന്നത്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ പോയി 25 രൂപ ഫീസ് അടച്ച് വാങ്ങിച്ച് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഡോക്യുമെൻറ്റ്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫീ റെസിപ്റ്റാണ്. അതായത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ്. ഫീസ് അടയ്ക്കാൻ വേണ്ടി രണ്ട് മാർഗ്ഗങ്ങൾ. ഒന്ന്, യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ പോയി ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ട ലിങ്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. pay.keralauniversity.ac.in എന്ന് പറയുന്ന പേജിൽ ചെന്ന് അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫീസ് അടയ്ക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫീസ് അടച്ചതിന് ശേഷമുള്ള റെസിപ്റ്റാണ് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്. ഇനി എത്ര രൂപയാണ് ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 എമൗണ്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഫീസ് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും. 2019 കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഫീസ് 1050 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25 രൂപ കൂടി അടയ്ക്കണം. കൗണ്ടറിൽ പോയി 25 രൂപ അടച്ച് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 25 രൂപയുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു പക്ഷേ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് പാസ് ഔട്ടായി 1 കൊല്ലത്തിനകത്താണെന്നുണ്ടെങ്കിൽ സെർച്ച് ഫീഡ് ആവശ്യമില്ല. അതല്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് പാസ് ഔട്ടായതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ 100 രൂപ സെർച്ച് ഫീസ് ഇടാവും. അതെന്ന് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, അതായത് പാസ് ഔട്ടായി 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെർച്ച് ഫീ എന്ന് പറയുന്നത് 400 രൂപയും കൂടെ ആവും. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അടയ്ക്കേണ്ട ഫീസിൻ്റെ ഒരു സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എത്രയാണ് ഫീസ് എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താലും മതി, എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് SSLCയുടെയും +2ൻ്റെയും കോപ്പിയാണ്. SSLC സർട്ടിഫിക്കറ്റിൻ്റെയും +2 സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി. അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ സ്റ്റുഡൻ്റായിട്ടാണ് പഠിച്ചത് എങ്കിൽ നമ്മൾ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പൽ സൈൻ ചെയ്ത കോഴ്സ് സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. ഇനി അതല്ല, നമ്മൾ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ അവിടെ കോഴ്സ് സർട്ടിഫിക്കറ്റിന് പകരം ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റാണ് അടുത്ത ഡോക്യുമെൻ്റായിട്ട് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളഞ്ഞുപോയ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി വല്ലതും ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. ഇനി അതിൻ്റെ കോപ്പി ഇല്ല എങ്കിൽ, ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി, ഒന്നുകിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ ആ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി. അതാണ് അടുത്ത ഡോക്യുമെൻറ്റ്. ഇനി വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. ഏറ്റവും അവസാനത്തെ ഡോക്യുമെൻ്റ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യവാങ്മൂലമാണ്. അത് നോട്ടറി സൈൻ ചെയ്ത ഒരു സത്യവാങ്മൂലം. ആ 100 രൂപ സ്റ്റാമ്പിൽ നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതായിരിക്കണം ആ സത്യവാങ്മൂലം. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന വേഡിങ്സൊക്കെ അതിനകത്ത് ഉണ്ടാകണം. അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതാണ് എന്നും അത് തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയി, അതൊരു പക്ഷേ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന്, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് തിരിച്ച് റിട്ടേൺ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം, ഒരു നോട്ടറി അഫിഡവിറ്റാണ് അവസാനത്തെ ഡോക്യുമെൻറ്റ്.
അത് 100 രൂപ പത്രത്തിൽ എഴുതിയതായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന വേഡിങ്സ് അതിനകത്ത് ഉണ്ടാകണം. ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നോട്ടറിയുമായും നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തിരുവനന്തപുരം. ഓക്കെ, ഇത്രയുമാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സും ഫീസും അയക്കേണ്ട അഡ്രസ്സും. ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കുകളും അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.